ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഡേ 1 ഏതൊക്കെ സ്ഥലങ്ങളാണ് ഞങ്ങൾ ചെന്നതെന്ന് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ആ വീഡിയോ ചെന്ന് കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡേ 2 ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പഗോഡ വ്യൂ പോയിന്റ് കാണാനാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടുള്ളത്. അങ്ങനെ ഞങ്ങളിപ്പോൾ വ്യൂ പോയിന്റ് എത്തിക്കഴിഞ്ഞു. ഈ കാണുന്നതാണ് പഗോഡ വ്യൂ പോയിന്റ് എന്ന സ്ഥലം. രാവിലെ ആയതുകൊണ്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെയിൽ തോന്നിക്കും. കണ്ടില്ലേ, ഇത് ജസ്റ്റ് വെളിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നുള്ളത്. ഇനിയും ഞങ്ങൾ വ്യൂ പോയിന്റ് പോയിട്ടില്ല, പക്ഷേ ഇത് വെളിയിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏർക്കാടിലെ ഒത്തിരി ഫേമസ് വ്യൂ പോയിന്റ്സിൽ വന്നാണ് ഈ പഗോഡ വ്യൂ പോയിന്റ്. ഇത് സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഒരു 4 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിലാണ് നമുക്ക് ചെല്ലാൻ പറ്റുന്നത്. പീക്കു പാർക്ക് എന്ന സ്ഥലം ഇവിടുന്ന് ജസ്റ്റ് ഒരു 1 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇതേ കണ്ടില്ല, അവിടെ ദൂരെ ഒരു അമ്പലം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് ഭംഗിയാണ് കണ്ടില്ലേ, വെളിയിൽ നിന്ന് തന്നെ കാണുമ്പോൾ. ഇവിടെ ഒത്തിരി കടകളുണ്ട്, ഇതേ കണ്ടില്ലേ. അതായത് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടും കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒത്തിരി സാധനങ്ങൾ കണ്ടില്ലേ, എല്ലാ തരത്തിലുള്ള കാഴ്ച വസ്തുക്കളുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. അതുമാത്രമല്ല, നമ്മളിവിടെ ചെല്ലുന്നവിടെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന, കളിക്കാൻ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ബലൂൺ ഗെയിംസ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പം ഞങ്ങളിതേ വ്യൂ പോയിന്റ് എത്തി. ഈ കാണുന്നതാണ് പഗോഡ വ്യൂ പോയിന്റ്. നല്ല ഭംഗിയുണ്ട്. അതായത് രാവിലെ ഇവിടെ നിന്ന് ഈ ഭംഗി കാണുന്നത് സത്യമായിട്ടും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇങ്ങനത്തെ ഒരു സ്ഥലം വന്ന് എൻജോയ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വരണം. കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ തന്നെ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ ചെന്നത് കിളിയൂർ ഫാൾസ് കാണാനാണ്. ഇത് നമുക്ക് പഗോഡ വ്യൂ പോയിന്റിൽ നിന്ന് ഒരു 6 to 7 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ പീക്കു പാർക്ക് ആയിരുന്നു കൂടുതൽ അടുത്ത്. അതായത് പഗോഡ വ്യൂ പോയിന്റിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ പീക്കു പാർക്കിന്. പക്ഷേ എന്തിനാണ് ഞങ്ങളിപ്പം ആദ്യം കിളിയൂർ ഫാൾസ് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വെഹിക്കൽ പാർക്ക് ചെയ്തിട്ട് ഒരു 500 മീറ്റേഴ്സ് കൂടി നടക്കണം. അതിന് ശേഷം ഒരു 250 സ്റ്റെപ്സും കൂടി ഇറങ്ങി ചെന്നാലേ നമുക്ക് കിളിയൂർ ഫാൾസ് കാണാൻ പറ്റത്തുള്ളൂ. വെയിൽ കൂടുന്ന സമയം ആയതുകൊണ്ട് ഒത്തിരി വെയിൽ കൂടിയതിന് ശേഷം നമുക്ക് പിന്നെ ചെല്ലാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം കിളിയൂർ ഫാൾസ് ചെന്ന് കണ്ടിട്ട് പിന്നെ പീക്കു പാർക്ക് ചെന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ കിളിയൂർ ഫാൾസിൻ്റെ എൻട്രൻസ് എത്തിക്കഴിഞ്ഞു. അവിടെ വെഹിക്കലൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി ഒരു 500 മീറ്റേഴ്സ് ഞങ്ങൾ നടന്ന് വേണം ചെല്ലാൻ. അതായത് ഇതുവഴി ഒരു 250 സ്റ്റെപ്സ് നമ്മൾ ഇറങ്ങി വേണം ചെല്ലാൻ കിളിയൂർ ഫാൾസിലേക്ക്. അവിടെ നമ്മുടെ വെഹിക്കൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു 500 മീറ്റേഴ്സ് നടന്ന് വന്നതിന് ശേഷം ഇവിടെ ഒരു 250 സ്റ്റെപ്സും കൂടി ഇറങ്ങി ചെല്ലണം താഴോട്ടേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങി തുടങ്ങി. ഇത്രയും വെയിലാണെങ്കിൽ പോലും ഇപ്പം നല്ല ഒരു എൻവയൺമെൻ്റ് ആണ്. ഒത്തിരി മരങ്ങളും ചെടികളും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല തണലാണ്, ഇറങ്ങി ചെല്ലാൻ സാധിക്കും ഒത്തിരി സ്ട്രെസ്സും ബുദ്ധിമുട്ടില്ലാതെ തന്നെ. നല്ല ഒരു പീസ്ഫുൾ എൻവയൺമെൻ്റ് ആണ്. അതുമാത്രമല്ല, കുറേ പക്ഷികളുടെ ഒക്കെ ഇങ്ങനെ ശബ്ദം കേട്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം നമുക്ക് ഉണ്ട് ചെറുതായിട്ട്. നമ്മൾ ചിലപ്പം കയ്യിൽ വല്ല പലഹാരം അതോ ബാഗോ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പിടിച്ച് വാങ്ങാൻ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം പോകാൻ. ഞങ്ങളിത് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുകയാണ്. 250 സ്റ്റെപ്സ് ആണ് ഇറങ്ങേണ്ടത്. ഏകദേശം പകുതി സ്റ്റെപ്പോളം നടന്നിറങ്ങി. ഇവിടെ എല്ലാവരും നിങ്ങൾ വരുന്നവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓഫ് സീസണിൽ വരാണ്ടിരിക്കുക. അപ്പം ഞങ്ങളിപ്പോൾ വന്ന് ഓഫ് സീസണിലാണ്, അതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. നിങ്ങൾ സീസൺ ടൈം, അതായത് ജൂണിൽ നിന്ന് ഡിസംബർ വരുവാണെങ്കിൽ നല്ലതാണ്.
അപ്പോൾ ഏകദേശം ഞങ്ങളിതേ ഫാൾസ് എത്താറായി, ഇനി കുറച്ച് ദൂരം കൂടി ചെന്നാൽ മതി. അപ്പോൾ ഒരു നല്ല ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ ബുദ്ധിമുട്ടില്ല, ഈസിയായിട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. പക്ഷെ കയറുമ്പോഴാണ് സത്യത്തിലുള്ള ബുദ്ധിമുട്ട് ആരംഭിക്കുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു 250 സ്റ്റെപ്സ് ഉള്ളത് കൊണ്ട് വലിയ പാടൊന്നും ഇല്ല. നമുക്ക് ഇറങ്ങിച്ചെല്ലാനാവട്ടെ കയറി വരാനാവട്ടെ. കുറച്ച് പ്രായമുള്ളവർ ആണെങ്കിൽ പോലും ഇറങ്ങിച്ചെന്ന് കണ്ടിട്ട് വരാവുന്നതാണ്. അങ്ങനെ ഞങ്ങളിതേ ഇപ്പം കിളിയൂർ ഫാൾസ് എത്തിക്കഴിഞ്ഞു. ദേ ഈ കാണുന്നതാണ് കിളിയൂർ ഫാൾസ്. പക്ഷെ വെള്ളം വളരെ വളരെ കുറവാണ്. നേരത്തെ ഹരി പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ വന്നേക്കുന്നത് അൺസീസണൽ ഒരു ടൈം ആയതുകൊണ്ടാണ് ഇത്രയ്ക്കും വെള്ളം കുറയാൻ കാരണം. അവിടെ എൻട്രൻസിൽ തന്നെ അവർ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അൺസീസണൽ ടൈമാണെന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സീസണൽ ടൈമിൽ വരുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അൺസീസണൽ ടൈം ആണെങ്കിൽ പോലും കാണാൻ കണ്ടില്ല, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഒത്തിരി വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും നമുക്ക് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ സാധിച്ചേനെ. അപ്പോൾ ഇനിയും നല്ല ഒരു ഭംഗിയായിരിക്കും കാണാൻ തന്നെ. അപ്പോൾ നിങ്ങളൊരു ജൂൺ ജൂലൈ അങ്ങനത്തെ സമയത്ത് വരുവാണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അതേ ഇവിടെ കണ്ടില്ലേ, ഒത്തിരി ഇങ്ങനെ പേപ്പറും വേസ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആയതും ഇത് അവോയ്ഡ് ചെയ്യാം. കാരണം ഇങ്ങനെ പേപ്പറും വേസ്റ്റും അല്ലെ വാട്ടർ ബോട്ടിൽസൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഈ സ്ഥലത്തിൻ്റെ തന്നെ മൊത്തം ഭംഗിയാണ് കുറയുന്നത്. അപ്പം അത് നമ്മുടെ നാടിനും നല്ലതല്ല. അപ്പം നിങ്ങൾ ആയത്രയും അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ നമുക്ക് കുറച്ച് കളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ ആളുകളൊക്കെ ചെന്ന് കുളിക്കുന്നു കളിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പം അത് മാത്രമല്ല, നമുക്ക് കുറേ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. പിന്നെ ഇവിടുന്ന് നമുക്ക് നിന്ന് കാണുമ്പോൾ നല്ല ഭംഗി ആസ്വദിക്കാനും പറ്റും. കാരണം അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നല്ല ഒരു കുന്നുമലയുടെ താഴോട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ള വ്യൂവും കൂടിയാണ് നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴാവട്ടെ അല്ലെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുമ്പോഴാവട്ടെ ശ്രദ്ധിച്ച് വേണം ചെല്ലാൻ. കാരണം വെള്ളം നന്നായി വീണ് സ്ഥലം ഒത്തിരി വഴുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പയ്യെ വേണം നടക്കാനായിട്ട്. പിന്നെ ഒത്തിരി ഹൈറ്റിലൊക്കെ ചെന്ന് ഫോട്ടോസ് എടുക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാണാൻ നല്ല ഭംഗിയുണ്ട് സത്യത്തിൽ. അപ്പോൾ വെള്ളം കൂടി ഉണ്ടെങ്കിൽ സത്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ ആയിരിക്കും. അങ്ങനെ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇനി മേളിൽ കയറി ചെല്ലണം. അപ്പോൾ ഇവിടുന്ന് നേരെ ചെല്ലുന്നുള്ളത് പീക്കോ പാർക്ക് കാണാനാണ്. അതെ, നിങ്ങളെല്ലാവരും ഒത്തിരി പ്രതീക്ഷിച്ച് കാണാൻ ആഗ്രഹിച്ചിരുന്ന അതേ സ്ഥലത്തോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടുള്ളത്. പീക്കോ പാർക്ക് സത്യമായിട്ട് നല്ല ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ചെന്ന് കാണിക്കാം. അപ്പോൾ അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമല്ല, അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ഐക്കോണും കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അടുത്തടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളിതേ ഇപ്പോൾ പീക്കോ പാർക്ക് എത്തിക്കഴിഞ്ഞു. ഇതേ കണ്ടില്ലേ, എൻട്രൻസ് തന്നെ നല്ല വൈബാണ്. കുട്ടികളുണ്ടെങ്കിൽ മറക്കാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അവർ അത്രയ്ക്കും എൻജോയ് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട നിങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളിപ്പം എൻ്റർ ആവാൻ പോവാണ്. ആദ്യം ഇവിടെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് ചെല്ലാൻ. അപ്പം അഡൾട്ട്സിന് 300 പിന്നെ കിഡ്സിന് 200 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ആ ചാർജ് വർത്താണ്. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരു വെറൈറ്റി ഓഫ് അനിമൽസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒത്തിരി വെറൈറ്റി ഓഫ് ബേർഡ്സും ഇവിടെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒത്തിരി പുതിയ പുതിയ വിവരങ്ങളായിരിക്കും അവർക്ക് കിട്ടുന്നത്. നമ്മുടെ അറിവിൽ പോലും ഇല്ലാത്ത എത്രയോ വെറൈറ്റി ഓഫ് അനിമൽസും ബേർഡ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നത് ഡോഗ്സിൻ്റെ സെക്ഷനിലാണ്. ഇവിടെ ഒത്തിരി വെറൈറ്റി ഓഫ് ഡോഗ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഷിറ്റ്സും ഒക്കെ ഉണ്ട്.
നല്ല ക്യൂട്ടാണ് അതുങ്ങളെ കാണാൻ തന്നെ. ഇവിടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ബുദ്ധൻ്റെ ഒരു നല്ല പ്രതിമ കാണാൻ സാധിക്കും. കണ്ടില്ലേ, നല്ല ഒരു പീസ്ഫുൾ വൈബാണ് കാണുമ്പോൾ തന്നെ മനസ്സിന് തോന്നുന്നത്. അപ്പം ഇവിടെ വേറെ എന്തൊക്കെ കാണാനുണ്ടെന്ന് നമുക്കിനി നോക്കാം. ദേ കണ്ടില്ലേ, ഇവിടെ ഓസ്ട്രിച്ചിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട്. അതിനെ കാണാൻ തന്നെ എന്തൊരു വലുപ്പമാണല്ലേ. അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ ഫിഷസിനെ കാണാൻ സാധിക്കും. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, എന്തോരം കളേഴ്സാണ്, എന്ത് വെറൈറ്റിയാണ് കാണാൻ തന്നെ. മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട്. പക്ഷെ അതിന് സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അപ്പം ഇത് കോഴികളുടെ സെക്ഷനാണ്. ഇവിടെ ഒത്തിരി വെറൈറ്റി കോഴിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മൈൻഡ് വോയിസ് കേട്ടു കേട്ടോ, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന കോഴിയല്ല കേട്ടോ, ഇത് വേറെ അത് വേറെ. അങ്ങനെ ഇത് കണ്ട് ഇവിടെ കണ്ടില്ലേ, വേറെ വെറൈറ്റി കോഴികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഒരു കുഞ്ഞ് ആട്ടിൻകുട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ട് അതിനെ കാണാൻ. അങ്ങനെ ഇവിടെ ഒത്തിരി കോഴികളും ആടൊക്കെ കൂടിൻ്റെ വെളിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഹോർസിൻ്റെ സെക്ഷനാണ്. കണ്ടില്ലേ, പോണി ഹോർസസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്ത് സ്റ്റൈലാണ് കണ്ടില്ല അവനെ കാണാൻ. അപ്പം പോണി ഹോർസ് റൈഡും കൂടി ഇവിടെ അവൈലബിൾ ആണ് കുട്ടികൾക്ക് മാത്രം. അപ്പം അത് 10 മിനിറ്റ്സ് റൈഡ് പോകാൻ സാധിക്കും. അതിൻ്റെ ടിക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ടതാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് ഹസ്കി, ഡക്ക്, ഓസ്ട്രിച്ച്, റാബിറ്റ്, ഗോട്ട്സ്, പിജൻ ഇതൊക്കെ കാണാൻ സാധിക്കും. ഈ കാണുന്നത് ഹസ്കി ഡോഗ്സ് ആണ്. അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ചെല്ലാം, പക്ഷേ അതിനു വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഇത് അങ്ങനെ പീക്കു പാർക്കിൻ്റെ ഏറ്റവും സ്പെഷ്യലായ ഒരു സ്പോട്ട് കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നുള്ളത്. അതെ, ബേർഡ്സിൻ്റെ സെക്ഷൻ തന്നെയാണ്. അത്രയ്ക്കും വെറൈറ്റി ഓഫ് ബേർഡ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ പേരെന്താണെന്ന് പോലും നമുക്കറിയത്തില്ല അല്ലേ. പല സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടും പഠിച്ചും അറിവുള്ള ബേർഡ്സാണ് ഇവിടെ നമുക്ക് നേരെ കാണാൻ സാധിക്കുന്നത്. ദേ കണ്ടില്ലേ, അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു പക്ഷികളുടെ ലോകത്തിലേക്കാണ് വന്നേക്കുന്നത്. ഇവന്മാർ രണ്ടും ഇവിടെ വരുന്നവരെ ഒക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇരുന്നേക്കുവാൻ തോന്നും. നല്ല രസമുണ്ട്. കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് അതിൻ്റെ കളേഴ്സിനെ കാണാൻ തന്നെ അല്ലേ. അവൻ കൊത്തി കൊത്തി നോക്കുക, കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാ പാവം. അങ്ങനെ അത് തന്നെ വന്നിരിക്കും. നമ്മൾ ചുമ്മാ കൈ നീട്ടിയാൽ മതി, അത് താനേ വന്ന് കയറി ഇരുന്നോളും, ഒന്നും ചെയ്യത്തില്ല. നല്ല രസമായിരിക്കും അതിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാൻ. കണ്ടില്ല, ഞാൻ അതാ പറഞ്ഞത്, കുട്ടികളായിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഈ സമ്മർ വെക്കേഷൻ തുടങ്ങുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. കണ്ടില്ല, അവർ തന്നെ വന്ന് നമ്മുടെ മേത്തും തലയിലും കയ്യിലും കാലിലും ഒക്കെ കയറിയിരിക്കും. കണ്ടില്ലേ, അതിൻ്റെ ശബ്ദം കണ്ടില്ലേ, എന്ത് രസമാണ് കേൾക്കാൻ തന്നെ. നമ്മൾ അതിനെ എടുത്ത് വെക്കാനുണ്ട്, ചുമ്മാ കൈ കാട്ടിയാൽ മതി, അത് തന്നെ വന്നിരുന്നോളൂ. അല്ല, അവർ ചുമ്മാ എടുത്ത് വെച്ചാൽ മതി. നല്ല ഒരു എന്താ പറയുക, ഫ്രണ്ട്ലിയാണ്, ഒന്നും ചെയ്യത്തൊന്നുമില്ല, പേടിക്കണ്ട, ഒന്നും ചെയ്യത്തില്ല, അത് തന്നെ വന്നിരിക്കും, അത് തന്നെ പറഞ്ഞു അല്ലേ. അങ്ങനെ കുറേ പക്ഷികളൊക്കെ വന്ന് എൻ്റെ മേളിൽ, തലയുടെ മേളിലും കയ്യിലൊക്കെ ഇരിക്കുകയായിരുന്നു. കണ്ടില്ലേ, എന്തോരോ വെറൈറ്റി ബേർഡ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന്. അപ്പം ഇതിൻ്റെ ശരിക്കും പേരുകൾ പോലും എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. കണ്ടില്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതിന് ഫീഡ് ചെയ്യാനുള്ള ഫുഡും ഒക്കെ അവർ തന്നെ തരും. പക്ഷെ ഒരാൾക്ക് ഒരു തവണയേ തരത്തുള്ളൂ, വീണ്ടും വീണ്ടും ചോദിച്ച് അവർ തരത്തില്ല. ഇങ്ങനെ കുറച്ചായി തരും. അപ്പം അത് കാണിക്കുമ്പോൾ ഇത് സ്വയേ വന്ന് ഇരുന്നോളൂ. കണ്ടില്ലേ. പക്ഷികളുടെ ലോകത്തിലുള്ള ഒരു ഇതാണ്. ഇന്ന് രണ്ട് കൂട്ടിച്ചേർത്തുള്ള വയസ്സുണ്ടാക്കും. നല്ല പക്ഷികളുടെ ലോകത്തിലാണ് ഇപ്പൊ നിൽക്കുന്നതെന്ന് തോന്നലാണ്. വയസ്സിടാതെ കണ്ടില്ല, ഇത് താങ്കൾ തന്നെ വന്നിരിക്കും. നമ്മൾ നിർബന്ധിക്കൊന്നുമാണ്, ജസ്റ്റ് കയ്യിൽ കുറച്ച് ചെയ്യാനുള്ള ഫുഡ് ഉണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ അവർ തന്നോളൂ.
കണ്ടില്ല, ഇത് പ്ലേറ്റിൽ അവിടെ തന്നെ ഫുഡ് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ജസ്റ്റ് ഫുഡിൻ്റെ പ്ലേറ്റ് എടുത്ത് കൈ വെച്ചാൽ മതി. കണ്ടില്ലേ, നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം, ഒത്തിരി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ചെയ്യാം. പ്രശ്നക്കാലങ്ങളാണ്. അങ്ങനെ പക്ഷികളുടെ ലോകത്തിൽ നിന്ന് നേരെ വന്നത് അക്വേറിയം ഫിഷസ് കാണാനാണ്. കണ്ടില്ലേ, എത്ര വെറൈറ്റി ഓഫ് ഫിഷസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന്. ഒത്തിരി കളർഫുള്ളും കുഞ്ഞു കുഞ്ഞു ഫിഷസാണ്. അങ്ങനെ ഇവിടെ വലിയൊരു നീരാളിനെ കണ്ട ഉടനെ ഞാൻ ഓടിച്ചെന്ന് ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ഇതേ ഞങ്ങൾ റാബിറ്റ് സെക്ഷനിലാണ് വന്നേക്കുന്നത്. ഒത്തിരി വെറൈറ്റി ഓഫ് റാബിറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയൊക്കെ വെറൈറ്റി ഉണ്ടോയെന്ന് തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയാൻ സാധിച്ചത്. കണ്ടില്ലേ, ആരായി നിൽക്കുന്നത്? അതെ, ഒട്ടകം. അപ്പം ഇതിനും നമുക്കിവിടെ ഫീഡ് ചെയ്യാൻ സാധിക്കും. പൊതുവെ എല്ലാവരുടെയും ഇങ്ങനെയൊരു ഫെസിലിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ ഒരു നല്ല കാര്യം, നമുക്ക് ഫിഷിന് അല്ലെങ്കിൽ ക്യാമലിനാവട്ടെ, ഹോഴ്സിനാവട്ടെ, ബേർഡ്സിനാവട്ടെ നമുക്ക് ഫീഡ് ചെയ്യാനും കൂടിയുള്ള ഒരു സൗകര്യം കൂടി നമുക്കിവിടെ ഉണ്ട്. ഇതേ കണ്ടില്ലേ, നമുക്കിവിടെ താറാവിനും കാണാം. കണ്ടില്ലേ, നടുക്കൊരു കുഞ്ഞു കുളമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അടിച്ചു കളിക്കും. പ്രത്യേകിച്ച് ചിൽഡ്രൻസുമായിട്ട്, അതായത് കുട്ടികളായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആവും. അതായത് നമ്മൾ പോലും കാണാത്ത തരത്തിലുള്ള പക്ഷികളും ഒത്തിരി റാബിറ്റ്സും, പശു, ക്യാമല്, ഹോഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കാണാൻ. അപ്പോൾ കുറേ കാര്യങ്ങളുടെ വിവരം കൂടിയാണ് അവർക്ക് കിട്ടുന്നത്. നിങ്ങൾ മറക്കാതെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. അങ്ങനെ പീക്കു പാർക്കൊക്കെ കണ്ട് ആസ്വദിച്ച് ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ചു പോവുകയാണ്. സോ ഇപ്പം തന്നെ ഇറങ്ങിയാൽ വൈകിട്ടാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ബാംഗ്ലൂർ എത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, എല്ലാവർക്കും വീഡിയോസ് ഷെയർ ചെയ്യുക, എല്ലാവരോടും കാണാൻ പറയുക, അതിലൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡേ 1 ഏതൊക്കെ സ്ഥലങ്ങളാണ് ചെന്നതെന്ന് കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെന്ന് കാണുക. അപ്പം ഇനി അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഒത്തിരി നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.